മീറ്റിംഗ് ഒന്ന് റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഫ്രൈഡേ വോക്കൽ ക്ലബിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. പാട്ട് എങ്ങനെ പഠിക്കാമെന്നുള്ള ഒരു ടിപ്പാണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിക്കാം. യൂട്യൂബിലേക്ക് നമ്മൾ വരുമ്പോൾ ഈ അഡ്രസ് ബാർ ഏറ്റവും മുകളിൽ നമുക്കറിയാം, ഇവിടെ അഡ്രസ്സ് കൊടുക്കുന്ന അഡ്രസ് ബാറുണ്ട്. അതിൻ്റെ തൊട്ട് വലതുവശത്ത് തന്നെ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ ഒരു സാധനം കാണും. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞൊരു സാധനം കാണും. അതായത് ഈ യൂട്യൂബ് വർക്ക് ചെയ്യിപ്പിക്കുന്നതിനൊക്കെയുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ചില ടൂൾസാണ് അതിനകത്ത് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും താഴെ മാനേജ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാകും. ആ മാനേജ് എക്സ്റ്റൻഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ സെർച്ച് ബോക്സ് ഉണ്ടാകും. ആ സെർച്ച് ബോക്സിൽ ലൂപ്പർ ഫോർ യൂട്യൂബ് ഇവിടെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ആ ലൂപ്പർ ഫോർ യൂട്യൂബ്, ആ ലൂപ്പർ ഫോർ യൂട്യൂബ് എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇവിടെ ഈ നമ്മുടെ ബ്രൗസറിനകത്ത് തന്നെ, ഇപ്പം ഞാൻ ക്രോം ബ്രൗസറാണ് ഉപയോഗിക്കുന്നത്, ക്രോമിനകത്ത് തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളിൽ ഇത്രയിൽ നിങ്ങൾക്ക് വേറെ ഡൗട്ടൊന്നും ഇല്ല എന്ന് കരുതുന്നു. ഇൻസ്റ്റാൾ ചെയ്യണ്ട എങ്ങനെയാണെന്ന് പറയാമോ? ഇപ്പം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ലൂപ്പർ ഫോർ യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ അത് കാണും. അത് തൊട്ട് താഴെ ഇപ്പം ഞാനിവിടെ ലൂപ്പർ ഫോർ യൂട്യൂബ് എന്ന് ഇവിടെ ഞാൻ ഓൾറെഡി ഇവിടെ റിമൂവ് എന്ന് പറയുന്ന ബട്ടൺ ഇല്ലേ, ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് അതിപ്പോൾ റിമൂവ് എന്ന് കാണിക്കുന്നു. ഇൻസ്റ്റാൾ ചെയ്യാത്തവർക്ക് അവിടെ ഇൻസ്റ്റാൾ എന്ന് കാണിക്കും, അത് ഇൻസ്റ്റാൾ കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ സാധാരണ യൂട്യൂബിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ആ യൂട്യൂബ് വീഡിയോയുടെ താഴെ തന്നെ ഇങ്ങനെ ഒരു പോർഷൻ കാണും. ഇവിടെ ഇങ്ങനെ ഒരു സ്ക്രോൾ ബാർ ഉണ്ടാവും. പിന്നെ ഇവിടെ ലൂപ്പ് ഫോർ എന്നുള്ളത്, അത് സ്റ്റാർട്ടിങ് എവിടെ നിന്നാണ് ലൂപ്പ് സെലക്ട് ചെയ്യേണ്ടത്. ഞാനിവിടെ 14 സെക്കൻഡിൽ സ്റ്റാർട്ടിങ് വെച്ചു. 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാൻ, ലൂപ്പ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് എന്നാണല്ലോ, അപ്പോൾ അല്ലെങ്കിൽ ഒരു 25 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമ്പർ ഞാൻ സെറ്റ് ചെയ്തു. കാണുന്നുണ്ടല്ലോ, ഒരു ലൂപ്പ് ഫോർ 25 പ്രാവശ്യം സെറ്റ് ചെയ്തു. ഇനി എൻഡ് എവിടെ എൻഡ് ചെയ്യണമെന്നുള്ളതാണ്. ലൂപ്പ് എൻഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ 18 സെക്കൻഡിൽ സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മുടെ വരി അനുസരിച്ച്, ഇപ്പോൾ ഈ പാട്ട് ഇപ്പൊ ലിറിക്സ് ഉള്ള വീഡിയോസ് യൂട്യൂബിൽ ഇങ്ങനെ എടുത്തിട്ട് ഒരു പാട്ടിന്റെ ലിറിക്സ് ഉള്ള വീഡിയോ, നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടിന്റെ ലിറിക്സ് എന്നിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ, ഇപ്പൊ ഞാൻ ഈ ഒരു പാട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തു, കൺട്രി റോഡ്സ് എന്ന് പറയുന്ന ഒരു പാട്ട് സെലക്ട് ചെയ്തിട്ട് ലിറിക്സ് എന്നും കൂടെ കൊടുക്കുമ്പോൾ അവിടെ ലിറിക്സ് കിട്ടും. ആ ലിറിക്സ് ഉള്ള വീഡിയോ നമ്മൾ എടുത്തിട്ട് ഈ ലൂപ്പ് ഫോർ യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ അത് അഡ്ജസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ 18 സെക്കൻഡിനും 34 സെക്കൻഡിനും ഇടയ്ക്കാണ് വെച്ചിരിക്കുന്നത്. സ്റ്റാർട്ടിങ് 18 സെക്കൻഡിലും എൻഡിങ് 34 സെക്കൻഡിലും. എന്നിട്ട് അത് പ്ലേ ചെയ്യുക. നമ്മളിപ്പോൾ ഇവിടെ 25 തവണ റിപ്പീറ്റ് ചെയ്യാനായിട്ട് കൊടുത്തു. ഈ 25 തവണയും ആ 2 or 3 വരി മാത്രം നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നു. അതിൻ്റെ ഒരു ഫിലോസഫി മനസ്സിലായി കാണും. Life is older than the trees, younger than the mountains, growing the ridge mountains, Shenandoah River. അപ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ആ വരി മാത്രം റിപ്പീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ 2 വരി നമുക്കിത് ഇവിടെ സെറ്റ് ചെയ്യും. ടൈം നോക്കിയിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് 25 തവണയോ
30 തവണയോ ആ 2 വരി മാത്രം റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പം ആദ്യത്തെ ഒരു 5-10 തവണ നിങ്ങൾ അതിനോട് പാടണമെന്നൊന്നുമില്ല. വരികൾ ശരിക്കും മനസ്സിലാക്കുക, അതിൻ്റെ ഒരു ഭാവം എന്താണെന്ന് മനസ്സിലാക്കുക, ആ പാട്ടിൻ്റെ ഒരു ജീവൻ നിങ്ങളിലേക്ക് ആവാഹിക്കുക, എന്നിട്ട് പതിയെ പാടി തുടങ്ങുക. ആ 2 വരി തറവാകുമ്പോൾ അടുത്ത ടൈം ഇവിടെ സെറ്റ് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ 38 സെക്കൻഡാണ് നേരത്തെ നമ്മൾ എൻഡിങ് പോയിന്റ് വെച്ചെങ്കിൽ അടുത്ത് നമ്മൾ 38 സെക്കൻഡ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വെച്ചിട്ട് ഇങ്ങോട്ടൊന്ന് നീക്കുക. എന്നിട്ട് അടുത്ത 2 വരി അതുപോലെ റിപ്പീറ്റ് ചെയ്യുക. ഇതിപ്പോൾ ഒരു ദിവസം ഒരു 4 വരി പഠിച്ചാൽ പോലും അല്ലെങ്കിൽ 2 വരി പഠിച്ചാൽ പോലും അത് പെർഫെക്റ്റ് ആയിട്ട് ആദ്യം പഠിക്കുക. എന്നിട്ട് ഇത് ഓവറോൾ നിങ്ങൾ അതിനോടൊപ്പം ഒന്ന് പാടി നോക്കുക. അപ്പോൾ തീർച്ചയായിട്ടും പെട്ടെന്ന് അല്ലെങ്കിൽ തറവായിട്ട് ആ പാട്ടിൻ്റെ ജീവൻ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾക്കത് പഠിക്കാനായിട്ട് പറ്റും. ബ്രേക്ക് ചെയ്ത് പഠിക്കുക. അവസാനം നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ഒറ്റ ഇതിൽ പാടാനായിട്ടുള്ള ഒരു ഇതിലേക്ക് നിങ്ങൾ വരികയും വേണം. അപ്പോൾ ഇതാണ് പാട്ട് പഠിക്കുന്നതിന് കമ്പ്യൂട്ടറിൽ യൂട്യൂബിൽ ഒരു ടിപ്പായിട്ട് എനിക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. മൈക്ക് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം, അൺമ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഡൗട്ട്സ് എന്തെങ്കിലും ഈ പറഞ്ഞ ഈ ഒരു കൊച്ചു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ്. അതായത് സാർ ആദ്യം പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. ഈ ലാപ്ടോപ്പില് ഇന്ന് പറഞ്ഞത് ലാപ്ടോപ്പിൽ, അതായത് ഏറ്റവും മുകളിലുള്ള ബാറില് സോറി, ഏറ്റവും മുകളിലുള്ള ബാറിൽ ഞാനൊന്നുകൂടെ അതിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്ത് തരാം. അഡ്രസ്സ് കൊടുക്കുന്ന ബാറല്ലേ, അഡ്രസ് സെർച്ച് ബാറിൻ്റെ വലതുവശത്ത് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് കാണും. എക്സ്റ്റൻഷനിൽ മാനേജ് എക്സ്റ്റൻഷൻ ഓപ്പൺ ചെയ്യുക. അവിടെ ലൂപ്പ് ഫോർ യൂട്യൂബ് എന്ന് പറയുന്നത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ഇൻസ്റ്റാൾ എന്നുള്ളത് കാണിക്കും. ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് അവിടെ റിമൂവ് എന്ന് പറയുന്ന ബട്ടണാണ് കാണുന്നത്. പക്ഷേ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എന്നിട്ട് ഇവിടെ അത് അപ്പിയർ ആകും. ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുന്ന യൂട്യൂബിൽ അത് റിഫ്രഷ് ചെയ്യുമ്പോൾ, ബ്രൗസർ റിഫ്രഷ് ചെയ്യുമ്പോൾ ഇവിടെ ആ ഒരു പ്ലഗിൻസ്, ഈ ഒരു ആഡ് ഓൺ ഫെസിലിറ്റി അവിടെ വന്നിട്ടുണ്ടാകും. അതിവിടെ നിങ്ങൾ ടൈം സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാട്ടിൻ്റെ ഇതനുസരിച്ചിട്ട് അത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. ക്ലിയർ ആയെന്ന് കരുതുന്നു. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്കത് പ്രയോജനപ്പെടും എന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ ഒന്നുകിൽ മൈക്ക് ഓപ്പൺ ചെയ്ത് പറയുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാറ്റ് ബോക്സിൽ വന്നാലും മതി. ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻ്റ് ഒന്ന് തരാമോ? അതെ, ലാപ്ടോപ്പ് ഇല്ലാത്തവർക്ക് അടുത്ത ആഴ്ച ഞാൻ ഫോണിൽ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അടുത്ത ആഴ്ച പറയാം. നമ്മൾ സമയം കുറവായതുകൊണ്ട് ഇന്നത് ബ്രേക്ക് ചെയ്യുന്നു. ഇന്നൊരു കാര്യം മാത്രമാണ് ഇതിനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. യൂട്യൂബിൽ അല്ലെങ്കിൽ ലാപ്ടോപ്പിലുള്ളതിനെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടോ? ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു മുമ്പ്? ഇല്ല, അറിയില്ലായിരുന്നു. ഓക്കെ. മറ്റുള്ളവർ ചാറ്റ് ബോക്സിൽ? നന്നായിരുന്നു തോന്നുന്നു. നോക്കട്ടെ, ഓക്കെ. ഓക്കെ, അത് നല്ലൊരു കാര്യമാണ്. കാരണം ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞു, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. നിങ്ങൾക്കതെങ്ങനെ, എനിക്കത് വളരെ പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഞാനത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കും പ്രയോജനപ്പെടും എന്നുള്ളൊരു ആ ഒരു പ്രതീക്ഷയിലാണ്. അപ്പോൾ നിങ്ങളതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അറിയില്ലായിരുന്നു, ഇപ്പൊ പ്രയോജനപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതെ, താങ്ക് യു. ശരി, അപ്പോൾ ഇനി നമുക്ക് നിങ്ങളുടെ ട്രെയിനിങ് അപ്ഡേറ്റ്സ് അറിയാം. മൊബൈൽ പ്രിഫറബിൾ സാർ. മൊബൈലിൽ എങ്ങനെയാണ് ഈ ഒരു സംഭവം നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ അതിനെന്ത് ചെയ്യണമെന്നുള്ള അടുത്ത നമ്മുടെ വോക്കൽ ക്ലബ് മീറ്റിങ്ങിൽ, അടുത്ത ആഴ്ചത്തെ മീറ്റിങ്ങിൽ നമ്മൾ അത് കവർ ചെയ്യും. ശശി മേനോൻ. ഓക്കെ.
അത് അടുത്ത് നമ്മൾ നിങ്ങളുടെ ട്രെയിനിങ് അപ്ഡേറ്റിനെ കുറിച്ച് ഈ ആഴ്ചയിൽ വോക്കൽ ക്ലബിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും, ഐ മീൻ വോക്കൽ കെയർ 1 മന്ത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഉണ്ട്? ഏറ്റവും ആദ്യമായിട്ട്, ഐ മീൻ ജൂനിയർ, ഈ ആഴ്ചയിൽ ജോയിൻ ചെയ്ത ആരെങ്കിലും ഞാൻ ഉണ്ട്? ഞാൻ ഞാൻ മിനി സജീവൻ. ഓക്കെ, മിനി വെൽക്കം. അപ്പോൾ Okay. ഇപ്പൊ എത്ര ലെസൺ ചെയ്തു അതിനകത്ത്? 2. 2. അപ്പോൾ ഇനി മൂന്നാമത്തെ ലെസൺ എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ട് ആയിരിക്കും. അതിനകത്ത് പിച്ച് കണ്ടെത്താനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സജസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ പിച്ച് കപ്പാസിറ്റി, പിച്ച് സെൻസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ, അതിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം. എന്നിട്ട് ആ ആപ്ലിക്കേഷനിൽ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരു 100 ആകാനായിട്ട് ഒരു ഗെയിം അതിനകത്ത് പ്ലേ ചെയ്യണം. അത് ആകുന്നത് വരെ അടുത്ത ലെസൺ ചെയ്യാതിരിക്കരുത്. ഇപ്പൊ ട്രെയിനിങ് ലെസൺ എക്സസൈസുകളെല്ലാം പതിവായിട്ട് അങ്ങ് ചെയ്തുകൊണ്ട് പോകണം. അതായത് മൂന്നാമത്തെ ലെസൺ കഴിഞ്ഞിട്ട് മറ്റന്നാൾ 4ാമത്തെ ലെസണിലേക്ക് പോവുക. ആ ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ട്രെയിനിങ്ങിൽ ത്രൂ ഔട്ട് അവസാനം വരെയും അത് ഇമ്പ്രൂവ് ചെയ്തു പോകണം. ഞാൻ പറഞ്ഞത് ഒരു പക്ഷേ ഇപ്പം അത്ര ഒരു ക്യാച്ചീവ് ആയിരിക്കത്തില്ല, പക്ഷേ മൂന്നാമത്തെ ലെസൺ വരുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാകും. അനൂപ് എന്താ പറഞ്ഞേ? ശ്യാംലാൽ MD. ഓക്കെ, ഹലോ അനൂപ്. ഓക്കെ, മോഹനൻ കെ ജോയിൻ ചെയ്താണോ? ഹലോ, മോഹനൻ കെ. ഓക്കെ, അപ്പോൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് ലെസണാണ്? ബാക്കിയുള്ളവരുടെ ട്രെയിനിങ് ലെസൺസ് ഒക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ലെസൺസിൽ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? മുഴുവൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇന്നിപ്പോ കാര്യമായിട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും രാവിലെ വോക്കൽ എക്സസൈസ് എല്ലാം ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. അനൂപ് ഇന്ന് ജോയിൻ ചെയ്തതാണ്. അനൂപ് ഇന്ന് 1 മന്ത് ട്രെയിനിങ്ങിലാണോ ജോയിൻ ചെയ്തത്? അതെ അതെ. ഓക്കെ, അനൂപ് ഈ ഫസ്റ്റ് ലെസൺ കണ്ടു അല്ലേ? ആമുഖം കണ്ടു. അപ്പൊ ഇനി 24 hours കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ സെക്കൻഡ് ലെസൺ ഓപ്പൺ ആകും. ഓക്കെ, അപ്പോൾ അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ ആഴ്ച ഉണ്ടായ 2 ചേഞ്ചസ് എന്ന് പറയുന്നത്, വോക്കൽ കെയറിൽ ഉണ്ടായ ചേഞ്ചസ് എന്ന് പറയുന്നത്, നമുക്ക് ഓഫീസ് കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ എമിൽ എന്ന് പറയുന്ന ഒരാൾ ജോയിൻ ചെയ്തു. അപ്പോൾ പുള്ളി രജിസ്ട്രേഷൻ അങ്ങനെയുള്ള ഡൗട്ട്സ് കാര്യങ്ങൾ, ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പുള്ളി ഹാൻഡിൽ ചെയ്യും. കൂടാതെ ഞാൻ ട്രെയിനിങ്ങിൽ ഫോക്കസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതായിരിക്കും ഇനി മുതലുള്ള ഒരു അപ്ഡേറ്റ്. പിന്നെ നമ്മുടെ മെയിൻ നമ്പറിലേക്ക് തന്നെ നമ്മൾ ചാറ്റ് സപ്പോർട്ടും തിരിച്ചു വന്നു. അപ്പോൾ അദ്ദേഹം ഈ ടെക്നിക്കൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ നമ്പർ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ ചാറ്റ് സപ്പോർട്ട് നമ്മുടെ മെയിൻ നമ്പറിലേക്ക് 62 ആരംഭിക്കുന്ന 6234281968 എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ നമ്പറിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. അപ്പോൾ ഈ 2 അപ്ഡേറ്റ്സ് നിങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ എല്ലാ ആഴ്ചയും ട്രെയിനിങ് കുറച്ചുകൂടെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ വോക്കൽ ക്ലബ് മീറ്റിംഗ് ഉണ്ടാകും. ആ ഓരോ ലെസണകത്തും ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അന്ന് എന്താണ് അസൈൻമെന്റ്. ആ അസൈൻമെന്റ് നിങ്ങൾ എനിക്ക് വാട്സപ്പിൽ അയച്ചു തരേണ്ടതാണ്. പക്ഷെ അങ്ങനെ പലരും അത് അയച്ചു തരുന്നില്ല, സ്കോർ ബോർഡ് അയച്ചു തരുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് അതൊക്കെ ചെയ്താൽ മാത്രമേ ഈ ട്രെയിനിങ്ങിൽ ഒരു ഫോളോ അപ്പ് ഉണ്ടാകൂ. നിങ്ങൾ അയച്ചു തന്നില്ല എങ്കിൽ ആരൊക്കെ അയച്ചു തന്നില്ല എന്ന് കണ്ടുപിടിക്കാനുള്ള സംവിധാനം എനിക്കില്ല. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതോടൊപ്പം ഇന്ന് ഇന്ന ലെസൺ ആണ് ചെയ്തത്, അതിന്റെ അസൈൻമെന്റ് ഇതാണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ മാത്രമേ അതിനകത്ത് കറക്ഷൻ എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അത് അങ്ങനെയല്ല, ഇങ്ങനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാം എന്ന് എനിക്കും പറയാനായിട്ട് പറ്റും. അപ്പോൾ ദയവായിട്ട് അക്കാര്യം കൂടെ ശ്രദ്ധിക്കുക. മറ്റെന്തെങ്കിലും സംശയമുണ്ടോ നിങ്ങൾക്ക് ട്രെയിനിങ്ങിൽ? ഇപ്പോൾ ലെസണുമായി ബന്ധപ്പെട്ടോ നമ്മുടെ ട്രെയിനിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടോ? സാർ ശ്യാംലാലാണ്. വെൽക്കം. സാർ ഈ ഫങ്ഷണൽ ട്രെയിനർ ആണ് എൻ്റെ മൊബൈൽ ആപ്പ് അത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അത് അതിനകത്ത് ആവുന്നുള്ളൂ. പക്ഷെ അതൊന്നുകൂടെ അത് പറയണമായിരുന്നു. അതിനകത്ത് എങ്ങനെയാ അത്? എനിക്ക് 4 ചാപ്റ്റർ ഞാൻ കഴിഞ്ഞു, പക്ഷെ എന്നാലും ഇതെനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കൺഫ്യൂഷൻ ആയിട്ട്. ഓക്കെ, ഫങ്ഷണൽ ഇയർ ട്രെയിനറിൽ ഞാൻ ഒരു സെക്കൻഡ് അതിനൊന്ന് അറേഞ്ച്മെന്റ് ഒന്ന് ചെയ്തോട്ടെ. ഞാനത് എടുത്തിട്ട് ഒരു 1 minute ഒന്ന് വെയിറ്റ് ചെയ്യണം എല്ലാവരും.
ശ്യാം, ഫങ്ഷണൽ ഇയർ ട്രെയിനറിനെ കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നത് കണ്ടിരുന്നോ? ഹലോ, ഹലോ ശ്യാം. ഓക്കെ, എന്തായാലും ശ്യാം കേൾക്കുന്നുണ്ട് എന്ന് വിശ്വാസത്തിൽ മുമ്പോട്ട് പോകുന്നു. ഫങ്ഷണൽ ഇയർ ട്രെയിനറിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് അതിൻ്റെ ആദ്യത്തെ ലെവൽ ഇൻട്രോ ഗെയിം എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ ഹലോ. ശ്യാംലാൽ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഫങ്ഷണൽ ഇയർ ട്രെയിനിന് വേണ്ടിയിട്ട് ഞാനൊരു യൂട്യൂബ് വീഡിയോ ചെയ്തിരുന്നു. അത് കണ്ടായിരുന്നോ? അത് കണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇൻസ്റ്റാൾ ചെയ്തത്. ഓക്കെ, പിന്നെ അതിനകത്ത് ഇൻട്രോ ഗെയിം എന്ന് പറയുന്നതാണോ ചെയ്തത്? അതെ, ഇൻട്രോ ഗെയിം അത് തന്നെ. ഇൻട്രോ ഗെയിം, ലേൺ ദ മെത്തേഡ്, എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്ന്, പിന്നെ ബേസിക് ട്രെയിനിങ്, ഇതൊക്കെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ അതെ. ഇതെല്ലാം കണ്ടു അല്ലേ? ഇനി നമ്മളെ അതിനകത്ത് എങ്ങനെ ഇത് അതാണ് നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ആദ്യം നിങ്ങൾ അതിനകത്ത് കേഡൻസ് എന്ന് പറയുന്ന ഒരു സാധനം പ്ലേ ചെയ്യണം. കേഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോഡ് പോലെ 2-3 നോട്ടുകൾ ഒരുമിച്ച് വരും. നല്ല നോയ്സ്. നല്ല അവിടെ നിന്നാണോ ബഹളം? ശരി. അപ്പോൾ ഇതിനകത്ത് കേഡൻസ് ആദ്യം പ്ലേ ചെയ്യണം. കേഡൻസ് എന്ന് പറഞ്ഞാൽ ഒരു കോഡ് കണക്ക് വരും, 1-2 നോട്ട്സ് ചേർന്നിട്ട് വരും. അത് ടാ 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 ടാ, അതാണ് ഒരു കേഡൻസ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ടാ, ആ പ്ലേ ചെയ്യുന്ന നോട്ട് ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ഒന്നുകൂടെ ചോദ്യത്തിലോട്ട് പോയി കേട്ടോ. ഇതാ ഇവിടെ മുകളിൽ ഇപ്പൊ നമ്മുടെ അതാണ് ഒരു കേഡൻസ്. അത് കഴിഞ്ഞിട്ട് ആ നോട്ട് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് ഡോ ആണോ റേ ആണോ? ഡോയും റേയും വേറെ ഒന്നുമില്ല, സാ രി ഗ മ പ. അതിന്റെ ഒരു സ്പാനിഷ് വെർഷൻ ആണ് ഈ ഡോ റേ മി ഫാ സോ ല ടി ഡോ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ ടോൺ നമ്മൾ ശ്രദ്ധിക്കുക. ടാ രാ ടാ രാ ടാ, അവസാനം കേൾക്കുന്ന ടാ, അത് ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ ഡോ ആണോ റേ ആണോ എന്ന് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഒരിക്കൽ കൂടെ ഞാൻ തന്ന ആ വീഡിയോ, തേർഡ് ആപ്പിന്റെ ആ വീഡിയോ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക ശ്യാംലാൽ. അപ്പോ ക്ലിയർ ആണ്. പറഞ്ഞത് മാത്രം ഒരിക്കൽ കൂടെ ഒന്ന് കണ്ടു നോക്കുക. അത് എനിക്ക് കൂടെ ഒന്ന് സെൻഡ് ചെയ്യോ? അതെ, ഞാനത് ചെയ്തോ. ഒരു സെക്കൻഡ്, ഇപ്പൊ തന്നെ. ഓക്കെ, എനിക്ക് ആ നമ്പർ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. തിരിച്ചൊരു മെസ്സേജ് ഇടാൻ, ഈ ആപ്പ് വേണമെന്ന് പറഞ്ഞിട്ട്, ഈ ആപ്ലിക്കേഷന്റെ വീഡിയോ വേണമെന്ന് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഞാനത് ചെയ്തോളാം. ഇതിപ്പോൾ 1 month ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്തവർക്കാണ് കേട്ടോ ഈ ഒരു ആപ്പ് ഉള്ളത്. അപ്പോൾ അവർക്കാണ് ആ ലെസണിലുള്ള ഇതാണ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആമുഖ ക്ലാസ്സില് ഒരു 5 pages എടുത്തു വെക്കാൻ പറഞ്ഞില്ലേ, പ്രിന്റ് എടുത്തു വെക്കാൻ പറഞ്ഞില്ലേ? അതെ, അത് ആ സെയിം അതേ ഷീറ്റ് തന്നെ 5. അതെ സെയിം സാധനം തന്നെയാണ്. അതിൽ നിങ്ങൾ ഡേറ്റ് ഇട്ട് താഴെ എഴുതിയാൽ മതി. അതിന്റെ 5 കോപ്പീസ് എടുക്കാൻ. ഓക്കെ.
5 കോപ്പീസ് എടുക്കുകയും എല്ലാ ദിവസവും പ്രാക്ടീസിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചു തരികയും വേണം, അന്നത്തെ സ്കോർ എത്രയാണെന്ന്. ഇപ്പൊ തുടങ്ങിയിട്ടില്ലല്ലോ, 2 ക്ലാസ് കഴിഞ്ഞു. അത് 5-ാമത്തെ 6-ാമത്തെ ലെസണൊക്കെ ആകുമ്പോഴാണ് അത് വരുന്നത്. ഓക്കെ. ഓക്കെ, വേറെ? ശരി, അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാമെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം 1 മന്ത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാത്തവർക്ക് വേണ്ടിയിട്ട് ശ്യാംലാൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല സർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇന്ന് രാവിലെ 1-2 പേര് ആ ഓഫർ അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനത് നാളത്തേക്ക് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യണം. ആർക്കെങ്കിലും 1 മന്ത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഓഫർ ഒരു ദിവസം കൂടെ, നാളെയും കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഇനി വേറെ വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ഒരുപക്ഷെ ഇട്ടുവെന്ന് വരില്ല എൻ്റെ ഓഫറൊന്നും. ആരെങ്കിലും 1 മന്ത് ട്രെയിനിങ്ങിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ളവർ ഇതിലുണ്ടെങ്കിൽ ദയവായിട്ട് ശ്രദ്ധിക്കുക, അവർക്ക് ഒരു ഓഫർ നാളെയും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു. അടുത്ത ആഴ്ചയും റെഗുലറായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക, കൃത്യമായിട്ട് നമ്മുടെ വോക്കൽ ക്ലബിലും പങ്കെടുക്കുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. 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 ഗുഡ് നൈറ്റ് സാർ. ഗുഡ് നൈറ്റ്. ഞാൻ ചേരുന്നുണ്ട്. ഞാൻ എന്റെ പിന്നെ അക്കൗണ്ട് ലീഡ് കേട്ടോ, എന്റെ മോനെ കൊണ്ട്. ഓക്കെ. ഞാനൊരു ചെറിയൊരു ആക്സിഡന്റ് പറ്റിയിട്ട് എനിക്ക് അങ്ങനെ കുറെ നേരം ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ ചില കാര്യങ്ങൾ. ഒരു ആക്സിഡന്റ് പറ്റിയതാ, അപ്പൊ സ്പൈനലിന് ചെറിയ പ്രോബ്ലം. പേയ്മെന്റ് ചെയ്തിട്ട് പറ്റിയില്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്ത ആളാണ്. അതെ, രാജനന്ദിനി. ഓക്കെ. അത് നമുക്ക് ശരിയാക്കാം. അത് കുഴപ്പമില്ല. ഞാൻ വിചാരിക്കുന്നു ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഫ്രീ ആണെങ്കിൽ ഒരു 10 മിനിറ്റ്സിന്റെ കാര്യം ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ എമിലിനോട് പറയാം, നമ്മുടെ മെയിൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി, പുള്ളി ഹെൽപ്പ് ചെയ്യും. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ബൈ സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.